ദളിത് വിരുദ്ധ മനസ്സാണ്. അവരുടെ സംഘപരിവാറിൻ്റെ വരേണ്യ ബോധമാണ്. നമ്മുടെ ലുങ്കി പരാമർശത്തിലും ഇതിലൂടെയെല്ലാം സംഘപരിവാർ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അവർ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് പാതിരാത്രി ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ വെളുക്കച്ചിരിക്കുന്ന അങ്ങനെ അവർ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന നരേന്ദ്രമോദിയോ ബി ജെ പിയോ അല്ല. എന്താണ് യഥാർത്ഥത്തിൽ ബി ജെ പി? അതാണ് ഈ തികട്ടി പുറത്തു വരുന്നത്, അതാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. അത് ലുങ്കി പരാമർശത്തിലും അതാണ്. അവരുടെ വംശീയ വിദ്വേഷം ഇതെല്ലാമാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. അത് ഒരിക്കൽ കൂടി എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങേറ്റം അപലപനീയമാണ്. നേരത്തെ പറഞ്ഞല്ലോ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ സമാനമായ രീതിയിൽ കേരളത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ വരുന്ന പോസ്റ്റുകൾ മെറ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതിൽ ശ്രീ രാഹുൽ ഗാന്ധി പ്രതികരിക്കണം. അതീവ ഗൗരവമായ പ്രശ്നമാണ്. അതായത് എങ്ങനെയാണ് ശ്രീ നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും ഇതുവരെ മെറ്റയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യം ശ്രീ വി ഡി സതീശൻ തരപ്പെടുത്തിയെടുത്തത്? ഇത് കോൺഗ്രസ് പരിശോധിക്കുന്നത് കോൺഗ്രസിന് ഭാവിയിലും നല്ലതായിരിക്കും. ഒന്ന്, ഇല്ലെങ്കിൽ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടാണോ എന്ന് അവർ പറയണം. അവർ നിശബ്ദമായിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്ന ഏർപ്പാടാണ്. എങ്കിൽ കോൺഗ്രസ് ഇതുവരെ എടുത്ത് ഇരട്ടത്താപ്പല്ലേ? നരേന്ദ്രമോദി അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോണ്ടന്റുകൾ നീക്കം ചെയ്യാൻ മെറ്റയെ ദുരുപയോഗിച്ചു എന്ന് വാദിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് ശ്രീ വി ഡി സതീശൻ്റെ കാര്യം എത്തുമ്പോൾ എന്തിനാണ് മൗനത്തിൽ വിടുന്നത്? ഒന്ന്, എനിക്ക് വേറൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളതാണ്. ഞങ്ങളീ നടത്തുന്ന നിയമപോരാട്ടവും സമാധാനപരമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള പൗരൻ്റെ അവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഈ സി ജെ പി പ്രൊട്ടസ്റ്റിനെ മെറ്റയെ ഉപയോഗപ്പെടുത്തി തനിക്കെതിരെ ഉയർന്നു വരുന്ന ഈ രോഷപ്രകടനങ്ങളെ അവസാനിപ്പിച്ച് കളയാം, കില്ല് ചെയ്ത് കളയാമെന്നായിരുന്നു ശ്രീ നരേന്ദ്രമോദി വിചാരിച്ചത്. ആ നരേന്ദ്രമോദി തോറ്റുപോയി എന്ന് ഞാൻ ശ്രീ വി ഡി സതീശനെ ഓർമ്മപ്പെടുത്തുകയാണ്. മെറ്റയെ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും ചാനലുകളുടെ കാർഡുകൾ കില്ല് ചെയ്താൽ, എലിമിനേറ്റ് ചെയ്താൽ എല്ലാം ഭദ്രമാകും. ഇങ്ങനെ തന്നെയായിരുന്നു കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയും ഈ മീം വിവാദം തുടങ്ങുന്ന സമയത്ത്, ആ വിപ്ലവം തുടങ്ങുന്ന സമയത്ത് അവർ കരുതിയിരുന്നത്. പക്ഷേ ആ മീം മൂവ്മെൻറ്റ് തുടങ്ങി, ആ മീംസ് മൂവ്മെൻറ്റ് എവിടം വരെ എത്തി? ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലേക്ക് എത്തി. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ശ്രീ വി ഡി സതീശൻ പാഠം ഉൾക്കൊള്ളണം. ശ്രീ വി ഡി സതീശൻ അങ്ങേറ്റത്തെ അസഹിഷ്ണുതയാണ് ഇതിൽ പ്രകടിപ്പിക്കുന്നത്. രണ്ട്, മെറ്റയെ ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയ ബന്ധം, ആ പൊളിറ്റിക്കൽ ബ്രിഡ്ജ് എന്താണെന്ന് വ്യക്തമാക്കണം. അത് പറയേണ്ട ബാധ്യതയുണ്ട്. സംഘപരിവാറിന് വേണ്ടപ്പെട്ടവരുടേത് മാത്രമാണ് മെറ്റ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർച്ചയായി അദ്ദേഹം പറയുന്ന കള്ളങ്ങളിലൊന്നാണ്, മറ്റൊന്നുമില്ല. അദ്ദേഹം അത് വേറൊരു കള്ളാണ്. അതാണെന്ന് പറഞ്ഞ ആദ്യത്തെ കള്ളം. ഈ പറഞ്ഞ മെറ്റയുടെ കേസിൽ രണ്ടാമത്തെ കള്ളം. അദ്ദേഹം തുടർച്ചയായി കള്ളം പറയുന്നതാണ്. മോദിയെ തോൽപ്പിക്കുന്ന നിലപാട് ആണ്. മോദിയെ തോൽപ്പിക്കുന്ന നിലപാടല്ലേ? ഇപ്പം ശ്രീ നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ശ്രീ മോദിയുടെ കോൺഫിഡൻസ് എന്തായിരുന്നു? ഒരു സൈഡിലെ ഗോഡി മീഡിയ എൻ്റെ കയ്യിലുണ്ട്, കൺവെൻഷണൽ ലെഗസി മീഡിയാസ്. ഇനി ന്യൂ മീഡിയ, ഇൻ്റർനെറ്റ് ഹൈവേ എൻ്റെ കയ്യിലാണ്, മെറ്റ എൻ്റെ കയ്യിലാണ്. ഇതായിരുന്നല്ലോ. മെറ്റയെ ഉപയോഗപ്പെടുത്തി എന്തും ചെയ്യാം. അതേ വഴിയിലാണ് ശ്രീ വി ഡി സതീശൻ സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായ കേവലമായ പരാമർശം, ഒരു അച്ഛനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അച്ഛനെ കാണാതായ ഒരു പെൺകുട്ടി, അച്ഛനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി അലപുറയിട്ട് കരഞ്ഞ് പറഞ്ഞ ഒരു കോണ്ടന്റ്, അതിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശമുണ്ട്. ആ കോണ്ടന്റ് നീക്കം ചെയ്തില്ലേ? അങ്ങനെ നീക്കം ചെയ്താൽ താൻ സുരക്ഷിതനാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് നരേന്ദ്രമോദിയെ പോലെ ശ്രീ വി ഡി സതീശനും. ആ മൂഢ വിശ്വാസം തകർന്നു വീഴും. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് വായിക്കുന്ന ആളാണല്ലോ ശ്രീ വി ഡി സതീശൻ. ആ പഴയ ചരിത്ര പുസ്തകം ഇനി പൊടിതട്ടിലെടുത്ത് വായിക്കണ്ട. പക്ഷേ കൺമുമ്പിൽ കണ്ട ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിൻ്റെ വിജയമുണ്ടല്ലോ, ജൻസി വിജയം, ആ വിജയത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാഠമെങ്കിലും മിനിമം കണ്ടു മനസ്സിലാക്കണമെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കില്ല. മെറ്റ കയ്യിലുണ്ട് എന്ന് കരുതി സംഘപരിവാറിനെ ഉപയോഗിച്ച് മെറ്റയിലേക്കൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യാം, അതുകൊണ്ട് താൻ സുരക്ഷിതനാകുമെന്ന് കരുതിയേക്കരുത്.